മ്യൂട്ട് ചെയ്തോളൂ മൈക്ക്. എല്ലാവരും മ്യൂട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യാത്ത ആരൊക്കെ ഉണ്ടല്ലോ? ഓക്കെ. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇന്നലെ നിഷ മാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പുതിയ ചാപ്റ്റർ ആണ് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ആർക്കും മ്യൂട്ട് ചെയ്യാത്തതുണ്ട്. അപ്പോ ഹോസ്പിറ്റൽസിലെ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് സ്പില്ലേജ് എന്താണെന്ന് അറിയണം വേണ്ടേ? എന്താണ് സ്പില്ലേജ്? മാം ഇന്ററപ്റ്റ് ചെയ്തതിനെ ക്ഷമിക്കണം. എന്തോ? എന്റെ പേര് പറഞ്ഞില്ല അല്ലെ? എന്റെ പേര് ശരണ്യ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കേട്ടില്ലാടാ. അത് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മെസ്സേജ് കണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്റെ പേര് ശരണ്യ. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പോ ഹോസ്പിറ്റൽസിലെ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് സ്പില്ലേജ്? ചോർച്ചയാണോ മാം? അതെ അതെ. അപ്പോ ഒരു മെറ്റീരിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻസസ് അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആകുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ സബ്സ്റ്റാൻസസിന് ലീക്കേജ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്പില്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സബ്സ്റ്റാൻസസിനെ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്നും പറയുന്നു. ക്ലിയർ ആണോ? ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു സ്പില്ലേജ് എന്താണ്? വാട്ട് ഈസ് സ്പില്ലേജ്? ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്റ്റാൻസസ് അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആവുന്ന പ്രോസസ്സിനെയാണ് സ്പില്ലേജ് എന്ന് പറയുന്നത്. അപ്പൊ എസ്കേപ്പ് ആവുന്ന സബ്സ്റ്റാൻസസിന്, ആ മെറ്റീരിയൽസിനെ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നു. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആകാനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്, ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഓക്കെ, ആ വാട്ടർ ബോട്ടിൽ താഴെ വീണിട്ട് ബ്രേക്ക് ആയിട്ട് ആ വാട്ടർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ സ്പ്രെഡ് ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? തന്നെയല്ലേ? ഏതെങ്കിലും സബ്സ്റ്റാൻസസ്, ഏതെങ്കിലും മെറ്റീരിയൽസ് ആകാം, വാട്ട് എവർ ഇറ്റ്സ്, ആ സ്പ്രെഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടി പറഞ്ഞു. മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, അപ്പോ എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? ക്ലിയർ അല്ലേ? ഡെഫിനിഷൻ ഒരു വട്ടം കൂടി പറയോ? ഓക്കെ, പറയാം. എന്താണ്? ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻസസ് അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആകുന്ന പ്രോസസ്സിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കൂ. എനി ഐറ്റം ഓർ മെറ്റീരിയൽ. സ്ക്രീൻ ക്ലിയർ ആണോ? അല്ല മാം, ക്ലിയർ അല്ല. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ അപ്പൊ വാട്ട് ഈസ് സ്പില്ലേജ്? എന്താണ് സ്പില്ലേജ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എനി ഐറ്റം, മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. നീതു. Okay, any item or material that has spilled or leaked from its designated container or places is referred to as spillage waste. Clear ആയോ? Any item or material
that has spilled or leaked from its designated container or place is referred to as spillage waste. Clear അല്ലേ? Okay, ma'am. Okay. ക്ലിയർ ആണ്. ആർക്കും മ്യൂട്ട് ചെയ്യാത്തുണ്ട്? രമ്യ മ്യൂട്ട് ചെയ്യാവോ? രമ്യ പ്ലീസ്. മ്യൂട്ട് ചെയ്തോ രമ്യ? മാം ഈ PDF ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടൂലേ? ഉണ്ടാവും. സെൻഡ് ചെയ്യോട്ടോ. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ അല്ലെ? ഉണ്ടാവും. ഇത് നമ്മുടെ സബ്ജക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 hours കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതില് റെക്കോർഡ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുവോ? ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ മാം, എന്നാ ഞാൻ കേട്ടോട്ടെ. അതെന്താ? ഞാൻ ഓഫീസിലാണ്. ഓക്കെ. ശരി. ഓക്കെ, അപ്പോ എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? എനി ഐറ്റം ഓർ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സ്പിൽഡ് ഓർ ലീക്ഡ് ഫ്രം ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നർ ഓർ പ്ലേസ് ഈസ് റെഫേർഡ് ടു ആസ് സ്പില്ലേജ് വേസ്റ്റ്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ ലാബ്സിൽ 1000 കണക്കിന് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ ഡെയിലി ധാരാളം സാമ്പിൾസ് എത്തുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലെത്തുന്ന സാമ്പിൾസിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അവിടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ അപൂർവമായിട്ടാണെങ്കിലും ചിലപ്പോൾ ഇത് താഴെ വീണ് സ്പ്രെഡ് ആകാനോ അല്ലെങ്കിൽ ഫ്ലോറിൽ വീഴാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന സിറ്റുവേഷൻ, ഇങ്ങനെയുണ്ടാകുന്ന സിറ്റുവേഷൻസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്പില്ലേജ് വേസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനെ എങ്ങനെ ക്ലീൻ ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിൽ ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിൽ സ്പ്രെഡ് ആകുന്ന ലീക്കേജ് ഉണ്ടാകുന്ന ഈ സ്പില്ലേജിന്, ഈ വേസ്റ്റിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം, ആ ഏരിയ എങ്ങനെ ക്ലീൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിൽ ഡീൽ ചെയ്യുന്നത്. അത് ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് സ്പില്ലേജ് വേസ്റ്റ്? Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. Okay, then hospitals, laboratories, industrial facilities, and homes are just a few places where this kind of garbage can be found. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റ് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ആയിരിക്കാം, ബോഡി ഫ്ലൂയിഡ്സ് ആയിരിക്കാം. ദെൻ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ഉണ്ട്. സപ്പോസ് ഒരു കെമിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ കെമിക്കൽസ് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽസിന് ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ ഹോമില്, വീടുകളിൽ ഏതായിരിക്കും ഇങ്ങനെ ലീക്കേജ് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള സബ്സ്റ്റാൻസസ് ഏതൊക്കെയായിരിക്കാം? പ്രിൻസി, ഏതൊക്കെയായിരിക്കാം? സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞ ലീക്കേജ് ഉണ്ടാകുന്ന, പ്രിൻസി കേൾക്കുന്നില്ലേ? Water. വാട്ടർ. ഓക്കെ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടറിന് ലീക്കേജ് ഉണ്ടാകാം. ഓക്കെ, ദെൻ ഓയിൽ, ഗ്യാസ്. വെരി ഗുഡ്. Any kind of liquid. എനി കൈൻഡ് ഓഫ് ലിക്വിഡ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള അതൊക്കെ എവിടെയാ കാണുന്നത്? ഹോസ്പിറ്റൽസിൽ ഉണ്ടാകാം, ലബോറട്ടറീസ് ഫെസിലിറ്റീസിൽ ഉണ്ടാകാം, ദെൻ ഹോമിൽ ഉണ്ടാകാം. ഓക്കെ, ദെൻ മ്യൂട്ട് ചെയ്തോളൂ. Okay, spillage waste in hospital may consist of blood, body fluids, chemicals or other potentially dangerous substances. അപ്പോൾ ഹോസ്പിറ്റൽസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ് ആൻഡ് അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്, മേ ബി റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ കാണുന്ന സ്പില്ലേജ് വേസ്റ്റ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഓക്കെ, Chemicals. Other potential dangerous substance. അതർ പൊട്ടൻഷ്യൽ ഡേഞ്ചറസ് സബ്സ്റ്റാൻസസിൽ ഏതൊക്കെ വരാം? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരാം. ഓക്കെ,
അപ്പൊ ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാണുന്ന സ്പില്ലേജ് വേസ്റ്റ്? ഏതൊക്കെയാണ്? Blood, chemicals or other potential dangerous substance. Chemicals, okay, and other potential dangerous substances. Okay. Then genuine management of leakage waste is important to protect the health and protection of people and the environment. എന്താണ് അതിൽ പറയുന്നത്? ഇത്തരത്തിലുണ്ടാകുന്ന ഈ ലീക്കേജ് വേസ്റ്റിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്താണ് പറ്റുന്നത്? ഇതൊരു ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇത് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ഹാംഫുള്ളി അഫക്ട് ചെയ്യും. ഓക്കെ, ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, in hospitals, leakage waste can cause a risk of infection to healthcare workers and patients as well as the prospect for the spread of disease. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ കേസിലും ഇത്തരത്തിലുണ്ടാവുന്ന ഈ ലീക്കേജ് വേസ്റ്റിൽ നിന്നും ഇത് ആരെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിനെ ആയിരിക്കും അല്ലേ? ഹെൽത്തിനെ എൻവയോൺമെന്റിനെ ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും പേഷ്യൻസിനെയും ആയിരിക്കും ഇത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കോണ്ടാക്റ്റിലൂടെ അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. Then, besides, dangerous leakage waste can threaten the environment if not managed in proper manner. ഇത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ, അതിനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈവൻ എൻവയോൺമെന്റിന് വരെ അത് ഭീഷണിയായേക്കാം. ഓക്കെ. സക്സസ്ഫുള്ളി മ്യൂട്ട് ചെയ്തോളൂ. Okay. To successfully manage leakage waste in hospital, it is necessary to have a leakage response plan in place and provide an appropriate equipment for leakage response, trained staff on leakage response procedures, use apt containment materials, and properly discard the waste in accordance with local regulations and hospital policies. അപ്പോൾ ഇത്തരത്തില് ഉണ്ടാകുന്ന ലീക്കേജിനെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് ഹോസ്പിറ്റൽസിന് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതെ, പ്രോപ്പർ പ്ലാൻ ഉണ്ടായാൽ മാത്രം പോലെ. പിന്നെ എന്തൊക്കെയാണ് അതിൽ? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്, ലീക്കേജിനെ തടയാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്യുപ്മെന്റ്സ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഗ്ലൗസ്, മാസ്ക് എക്സെട്ര. ഓക്കെ, ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? ട്രെയിൻഡ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, ലീക്കേജ് റെസ്പോൺസ് പ്രൊസീജിയറിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, യൂസ് ആപ്റ്റ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്, ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം? അബ്സോർബൻ പാഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇതിനെ കൺട്രോൾ ചെയ്യണം. ദെൻ പിന്നെന്താണ്? പ്രോപ്പർലി ഡിസ്കാർഡ്, ഇതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ വേസ്റ്റേജിന്, ഈ വേസ്റ്റിനെ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ കഴിയുമോ? ഈവൻ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് അത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ? അതേപോലെ ഈ ഹോസ്പിറ്റൽ വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം. എങ്ങനെയായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചായിരിക്കണം ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? Any item or material that has has been linked in container or place is referred as spillage waste. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ജിൻസി, there is ജിൻസി. Yes, ma'am. Okay. Any item or material that has spilled or leaked from its designing container or place is referred as a spillage waste. എന്താണ് അതിൽ പറയുന്നത്? ഒരു സബ്സ്റ്റാൻസസ് അതിന് സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആവുന്ന പ്രോസസ്, അതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എവിടേക്കാണ് സ്പില്ലേജ് വേസ്റ്റ് എവിടേക്ക് കാണാൻ കഴിയും?
എവിടേക്ക് സ്പില്ലേജ് Hospitals and laboratories, എല്ലായിടത്തും സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പൊ ഹോസ്പിറ്റൽ വേസ്റ്റ് ഇൻക്ലൂഡഡ് ആകുന്നത് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ വേസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് രമ്യ? ബ്ലഡ്, പിന്നെ chemical, Body chemical. fluids, body another kind of liquid. potential dangerous substances. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? ബ്ലഡ് വരാം, ബോഡി ഫ്ലൂയിഡ്സ്, സലൈവ, ഓക്കെ, അല്ലെങ്കിൽ യൂറിൻ, ഈ ബോഡി ഫ്ലൂയിഡ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, പിന്നെ കെമിക്കൽസ്. ഓക്കെ, ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? പ്രോപ്പർ ആയിട്ട് ഇത് മാനേജ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹ്യൂമൻ പ്രൊട്ടക്ഷൻ പീപ്പിളിനെ എൻവയോൺമെന്റും ഇതാവും. ഹ്യൂമൻ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഹോസ്പിറ്റൽസിന് ഇത് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിന് ഹോസ്പിറ്റൽസിന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനെ കുറിച്ചൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം? അതിന് കൃത്യമായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടാവണം, പിന്നെ എക്യുപ്മെന്റ്സ് ഉണ്ടാവണം. ലിത കണ്ടിന്യൂ. ലിത, ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. ലിത അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ലിത, എന്തൊക്കെ പ്ലാൻ ഉണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റൽസിന്? പറഞ്ഞോളൂ. ഡിസ്പോസിബിൾ ചെയ്യുന്നതിനുള്ള പ്ലാൻ വ്യക്തമായിട്ട് ഹോസ്പിറ്റൽസിന് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ലീക്കേജ് പറയൂ. എന്താ അത് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അതുമൂലം പേഷ്യൻസിനും അവരുടെ വർക്കേഴ്സിന്റെ ഹെൽത്തിനെ ബാധിക്കും, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഏത് എക്യുപ്മെന്റ് യൂസ് ചെയ്യണം? ഓക്കെ, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം, അതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ എങ്ങനെ അതിനെ സബ്സ്റ്റാൻസസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ആ ലീക്കേജിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, പിന്നെ അതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഹോസ്പിറ്റൽസിന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പൊ അത് ക്ലിയർ അല്ലേ? Okay, then risk and hazards associated with spillage waste. അപ്പൊ ഈ സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെ റിസ്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്? സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്? എന്താണ് ഫസ്റ്റ് പോയിന്റ്? കെമിക്കൽ എക്സ്പ്ലോഷർ. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? ഇൻഫെക്ഷൻ. ഓക്കെ, എന്താണ് പറയുന്നത്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് സച്ച് ആസ് HIV, ഹെപ്പറ്റൈറ്റിസ് B and C ആൻഡ് അതർ ബ്ലഡ് ബോൺ പാത്തജൻസ്. എന്താ പറയുന്നത്? ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിന് എന്താണ് അസുഖങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. എന്തൊക്കെ അസുഖങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്? HIV. ഓക്കെ, സ്പ്രെഡ് ആകുന്ന ഡിസീസസ്. ഓക്കെ, പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഡിസീസസ് സച്ച് ആസ് HIV, ഹെപ്പറ്റൈറ്റിസ് B, ബ്ലഡ് ബോൺ പാത്തജൻസ്, രക്തത്തിലൂടെ പകരുന്ന രോഗകാരികൾ. ഓക്കെ, അവർ പടർത്തുന്ന അസുഖങ്ങൾ പിടിപെടാനായിട്ട് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ ക്ലിയർ ആണോ? Okay, then next എന്താണ്? കെമിക്കൽ എക്സ്പോഷർ. എന്താണ്? ലീക്കേജ് ഓഫ് chemicals can expose healthcare staff and patients to toxic substances which can lead to skin irritation. ക്ലിയർ ആവുന്നില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നില്ല ആണോ? നോട്ട് കൊടുത്തേക്കുന്നില്ലേ? നോട്ട്സ് കാണുന്നില്ല മാം. നോട്ട്സ് കാണാൻ പറ്റുന്നില്ല. അത് ക്ലിയർ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. റിജോ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ?
അപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കെമിക്കൽ എക്സ്പോഷർ. അപ്പോൾ ഹോസ്പിറ്റൽസിൽ ധാരാളം കെമിക്കൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. റെസ്പിറേറ്ററി പ്രോബ്ലംസ്. എന്താണ് റെസ്പിറേറ്ററി പ്രോബ്ലം? ശ്വാസതടസ്സം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതർ ഹെൽത്ത് ഇഷ്യൂ എന്തൊക്കെയായിരിക്കാം? ബേൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഐ ഇറിറ്റേഷൻ ഉണ്ടാകാം, ഓക്കെ, പോയിസണിങ് തുടങ്ങിയ അസുഖങ്ങൾക്ക് ചാൻസസ് ഉണ്ട് ഈ കെമിക്കൽ എക്സ്പോഷറിലൂടെ. ഓക്കെ, അത് ക്ലിയർ ആയോ? കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഈ പേഷ്യൻസിന് ആരൊക്കെയാണോ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇറിറ്റേഷൻ, സ്കിൻ ഇറിറ്റേഷൻ, ഐ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലം തുടങ്ങിയ അസുഖങ്ങൾ വരാം. ക്ലിയർ ആണോ അത്? ക്ലിയർ. Yes, ma'am. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് എന്താണ്? ഇഞ്ചുറി. Okay, leakage of shafts can endanger both healthcare staff and patients, increasing the risk of puncture wounds and possibility of blood-borne pathogens. എന്താണ് ഇഞ്ചുറി? എങ്ങനെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാവാം? ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാപ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണിത്? ഏതൊക്കെ ഷാപ്സ് ഉണ്ട്? നീഡിൽ ആകാം. ഓക്കെ, എന്തോ എന്താണ്? ഡൗട്ട് ആണോ? ഇനി ഡൗട്ട്? No, ma'am. Continue. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്? ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരിക്കാം? നീഡിൽസ് ഉണ്ട് ഹോസ്പിറ്റൽസിൽ അല്ലേ? പിന്നെന്താണ്? ഡ്യൂറിംഗ് സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡ്സ് ഉണ്ടായിരിക്കാം, നൈഫ്സ് ഉണ്ടായിരിക്കാം, സിസേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ബ്രോക്കൺ ഗ്ലാസസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ അവർക്ക് മുറിവുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത് കയറിയിട്ട് മുറിവുണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലൂടെ ഈ മുറിവിലൂടെ ബ്ലഡ് ബോൺ പാത്തജൻസ്, രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഈ മുറിവിലൂടെ അവർക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതിലൂടെ പലതരം രോഗങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഷാർപ്സ് ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ക്ലിയർ ആയി ഇഞ്ചുറീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ആണ് റേഡിയേഷൻ എക്സ്പോഷർ. Leakage of radioactive materials can expose healthcare workers and patients to ionizing radiation. Okay, അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ ലീക്കേജ് മൂലം ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനും അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിന്റെ ലീക്കേജ് മൂലം ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനും അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. എന്താണ് അയണൈസിങ് റേഡിയേഷൻ? നമ്മുടെ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഈ അയണൈസിങ് അല്ലെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനുണ്ട്. ഓക്കെ, അയണൈസിങ് റേഡിയേഷൻ ഒരു എക്സാമ്പിൾ ആണ് എക്സ്റേ. അപ്പൊ നമ്മൾ എക്സ്റേ എടുക്കുന്ന റൂമില് നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻസ് ഒക്കെ അല്ലെ, എക്യുപ്മെന്റ്സ് ഒക്കെ വെയർ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കയറുന്നത് അല്ലേ? പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് നമ്മൾ റൂമിലോട്ട് എൻ്റർ ആകുന്നത് അല്ലേ? എന്തോ ക്ലിയർ ആയില്ല മാം. പറഞ്ഞുതരാം. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അയണൈസിങ് റേഡിയേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞാല്? നമ്മുടെ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനുണ്ട്. അപ്പൊ ഈ അയണൈസിങ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ് എക്സ്റേ. ഓക്കെ, ക്ലിയർ ആയോ? അത് എന്തോ മാം ഒന്നുകൂടി പറയുമോ? പറഞ്ഞുതരാം. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും എന്തിന് ചാൻസ് ഉണ്ട്? അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ വരാൻ. എന്താണ് അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്? ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണുകളെ അയണൈസിങ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ് എക്സ്റേ. ഓക്കെ, എക്സ്റേ എടുക്കാൻ നമ്മൾ റൂമിൽ കയറുമ്പോൾ നമ്മൾ ചില ഡ്രസ്സസ് ഒക്കെ ധരിക്കാറുണ്ട്. ചില പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് റൂമിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഗോൾഡ് അങ്ങനെയുള്ളതൊക്കെ ഊരി വെക്കാറുണ്ട്.
ഗോൾഡൊക്കെ ഊരി വെക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഊരി വെക്കുന്നത്? അത് റേഡിയേഷൻ ഉണ്ടാവാതിരിക്കാൻ ഇത് ചെയ്യുന്നത് മൂലം അവസ്ഥ വരാൻ ചാൻസസ് ഉണ്ട്. അതിലെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈ എക്സ്റേസിന് കേപ്പബിൾ ഉണ്ട്. ഓക്കെ, അവര് അതിനുള്ള കഴിവ് എക്സ്റേക്ക് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ അത്? Clear eyes. അയണൈസിങ് റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന കോസസ് ഏതൊക്കെയാണ്? ഡിസീസസ് ഏതൊക്കെയാണ്? റേഡിയേഷൻ ഇൽനെസ് ഉണ്ടാകാം, ദെൻ ക്യാൻസർ വരാം, ബ്രെയിൻ ട്യൂമർ വരാം. ഓക്കെ, ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, റേഡിയേഷൻ ഇൽനെസ് തുടങ്ങിയ അസുഖങ്ങൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായോ അയണൈസിങ് റേഡിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? അയണൈസിങ് റേഡിയേഷൻ എക്സാമ്പിൾ ഏതാണ്? X-ray. എക്സ്റേ. Then environmental pollution. നെക്സ്റ്റ് പോയിന്റ് ആണ് 5th വൺ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എന്താണ് അതിൽ പറയുന്നത്? ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടാമിനേറ്റ് ദ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. ദിസ് പൊല്യൂഷൻ ക്യാൻ കോസ് ലോങ് ടൈം റിസൾട്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ്. അപ്പോ ഈ ലീക്കേജ് ഉണ്ടാകുന്ന ഈ ഡേഞ്ചറസ് ആയുള്ള ഈ സബ്സ്റ്റാൻസിന്റെ ലീക്കേജ് നമ്മുടെ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മലിനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ അഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റിനെ ആയാലും ഹ്യൂമൻ ഹെൽത്തിനെ ആയാലും അത് ഈ അഫക്ട് ചെയ്യുന്നത് മൂലം ലോങ് ടൈമിലേക്ക് ഇതിന്റെ അഫക്ട് അവരിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഷോർട്ട് ടൈമിലോട്ടല്ല, ലോങ് ടൈമില് ഇതിന്റെ അഫക്ട് ഉണ്ടാകും അവർക്ക്. ഓക്കെ, ക്ലിയർ ആണോ അത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഈ ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ലീക്കേജ് മൂലം എൻവയോൺമെന്റിൽ കണ്ടാമിനേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, മലിനപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? സോയിൽ ആയിരിക്കാം, വാട്ടർ, എയർ, ഇതൊക്കെ മലിനപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്ലിയർ ആയോ? 5th വൺ ക്ലിയർ ആയോ? ഒരു വട്ടം കൂടി പറയുന്നത് പറയാം. എന്താ പറയുന്നത്? മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും, ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ലീക്കേജ്, ഈ സബ്സ്റ്റാൻസിന്റെ ലീക്കേജ് എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? ലീക്കേജ് ഉണ്ടായാലും എത്തിച്ചേരുന്നത് വാട്ടറില്, സോയിലിലേക്ക് എത്തിച്ചേരുന്നത് മൂലം നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. പലതരം ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ എൻവയോൺമെന്റിനെയും അത് ഹാംഫുള്ളി അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോസ് നമ്മുടെ ഇപ്പൊ പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചെറിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും അല്ലേ? അത് ലോങ് ടൈമിലോട്ട് അവിടെ തന്നെ കിടക്കും അല്ലേ? അതുമൂലം പലതരം ഡിസീസസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും അത് ഹാംഫുള്ളി അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇത്തരത്തിലുള്ള സ്പില്ലേജിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസിന്റെ ലീക്കേജ് മൂലവും എൻവയോൺമെന്റ് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ അത്? ആരാ ചോദിച്ചത് നേരത്തെ? ആരൊക്കെയാ മ്യൂട്ട് ചെയ്യാത്തത്? മ്യൂട്ട് ചെയ്തോ? കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ സ്ക്രീനിൽ ഇട്ടേക്കുന്നത് തന്നെയാണോ നോട്ട്ബുക്കിൽ എഴുതേണ്ടത്? നോട്ട്സ് ഞാൻ തരാം. ഓക്കെ, ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ ഇപ്പോ? നമ്മുടെ നോട്ടില് ഫസ്റ്റ് എഴുതിയായിരുന്നോ വാട്ട് ഈസ് സ്പില്ലേജ്? എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് എഴുതിയായിരുന്നോ? നെക്സ്റ്റ് പോയിന്റ് ആണ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് പേജ് റിജോ. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ക്ലിയർ അല്ലേ അത്? നോട്ട് തരാം. ഓക്കെ. Inappropriate handling and disposal of leakage waste may cause legal and financial liability for hospitals and healthcare organizations. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഈ വേസ്റ്റ്, ലീക്കേജ് വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാത്ത ഹോസ്പിറ്റൽസിന് ലീഗൽ ആക്ഷൻസും അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ,
നമ്മൾ പറഞ്ഞു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിന്റെയും ഹോസ്പിറ്റൽ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട്. അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യാത്ത ഹോസ്പിറ്റൽസിന് പെനാൽറ്റീസ് ലഭിക്കാൻ ചാൻസസ് ഉണ്ട്, ലീഗൽ ആക്ഷൻ നിയമ നടപടികൾ നേരിടാൻ ചാൻസസ് ഉണ്ട്. ദെൻ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓക്കെ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അത് ക്ലിയർ ആണോ? അപ്പോ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും കൂടി പറയോ? പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം നമ്മളിത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്ത ഹോസ്പിറ്റൽസിന് എന്താണ് പറയുന്നത്? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റി നിയമ നടപടികളും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്, പെനാൽറ്റീസ് ഒക്കെ ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ ദെൻ സോഴ്സസ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ്. അപ്പൊ ഈ ടോപ്പിക് ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകൾ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ്? എന്തോ ഇതിന്റെ അപ്പൊ നോട്ട്സ് ഞങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നത് മാഡം? അത് PDF ആയിട്ട് ഇട്ട് തരുമോ? നോട്ട്സ് ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് MCQ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഓക്കെ ഗ്രൂപ്പിലിടും. ഓക്കെ ഇട്ട് തരുമോ? എന്തോ പ്രിന്റ് എടുത്തൊക്കെ നിങ്ങൾ പറഞ്ഞു പ്രിന്റ് എടുത്ത് പഠിക്കുന്നത് നല്ലതെന്ന് നിഷ മാഡം പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. പ്രിന്റ് എടുക്കത്തക്ക രീതിയിൽ നോട്ട്സ് തരുമോ? നോട്ട്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് തരാം. ഇപ്പൊ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് എഴുതിയില്ല, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ പോയിന്റ്സും തരാം. ഓക്കെ നോട്ട്സ് ക്ലാസ് എടുക്കുന്ന ടൈമിൽ തരാം. അല്ലാതെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ഇത് പ്രിന്റ് എടുക്കാവുന്നതാണ് ഇതിന്റെ PDF. ഓക്കെ പിന്നെ MCQ ഗ്രൂപ്പിൽ അയച്ചു തരുന്നതാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് 5 MCQ ഈ ക്ലാസ് കഴിയുമ്പോൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഈ ടോപ്പിക് ഒക്കെ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിഷ മാം. നല്ല വൃത്തിയിൽ സംസാരിച്ചു തന്നായിരുന്നു. പറഞ്ഞു തന്നിരുന്നു മിസ്? ഓക്കെ അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ നെക്സ്റ്റ് ആണ് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വേസ്റ്റിന്റെ സോഴ്സസ് ഒക്കെ എവിടെ നിന്നാണ് ഹോസ്പിറ്റൽസ് ഇത്തരത്തിലും ലീക്കേജ് വേസ്റ്റ് ഉണ്ടാകുന്നത്? ഓക്കെ അപ്പോ ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രം സെവറൽ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽസ്. അത് ഏതൊക്കെയാണ് സോഴ്സ്? ഫസ്റ്റ് എന്താണ് പറയുന്നത്? മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അതിലെന്താ പറയുന്നത്? ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ് ദർ ഇസ് എ റിസ്ക് ഓഫ് ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഡയാലിസിസിന്റെ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജ് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബ്ലഡിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, ബ്ലഡ് സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ദെൻ പിന്നെ എങ്ങനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ്, പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്, സലൈവ അല്ലെങ്കിൽ എന്താണ് യൂറിൻ. ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഈ ബോഡി ഫ്ലൂയിഡ്സും ഒരു സോഴ്സ് ആണ്. ഓക്കെ ഡ്യൂറിങ് സർജറീസ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ് ദർ ഇസ് എ റിസ്ക് ഓഫ് ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പൊ മെഡിക്കൽ പ്രൊസീജിയർ ഇതിന്റെ ഒരു സോഴ്സ് ആണ്. ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ് മെഡിക്കൽ പ്രൊസീജിയർ. അത് ക്ലിയർ ആയോ? ഒരു തവണ കൂടി പറയാം. അപ്പൊ മെഡിക്കൽ പ്രൊസീജിയറിൽ അപ്പൊ ഡ്യൂറിങ് സർജറി ടൈമില് അല്ലെങ്കിൽ ഏതൊക്കെ ടൈമിലാണ്? ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്
ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? Clear. യെസ് മാം. അപ്പൊ ഈ മെഡിക്കൽ പ്രൊസീജിയർ അപ്പൊ ഈ ലീക്കേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ്, വൺ ഓഫ് ദി സോഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സോഴ്സ് ഏതാണ്? ലബോറട്ടറി ടെസ്റ്റിംഗ്. ലബോറട്ടറി ടെസ്റ്റിംഗ് അനദർ സോഴ്സ് ആണ്. ഈ ലബോറട്ടറി ടെസ്റ്റിംഗിലൂടെ എങ്ങനെയാണ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുന്നത്? എങ്ങനെയായിരിക്കാം ലബോറട്ടറി ടെസ്റ്റിലൂടെ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുന്നത്? എങ്ങനെയായിരിക്കാം? അതിലും blood test ചെയ്യുന്നത്. ലാബില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? Hospitals carry out different laboratory tests on blood, urine and other body fluids. These tests can consist of the use of chemicals, reagents and other dangerous materials. നമുക്കറിയാം ലാബുകളിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിന്റെ സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ അനാലിസിസിന് വേണ്ടി റിയേജൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽസും ബ്ലഡ് എല്ലാം ഒരു ലീക്കേജ് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആയി. ഈ സാമ്പിൾസ് നമ്മൾ അവിടെ കീപ്പ് ചെയ്ത് വെക്കില്ലല്ലോ. ഓക്കെ, ആ ടെസ്റ്റിന് ശേഷം അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യും അവിടെ നോക്കി. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ബ്ലഡ് സാമ്പിൾസ് അല്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഒരു സ്പില്ലേജ് ആയിട്ട് അവിടെ വരുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ, അല്ലെങ്കിൽ ലബോറട്ടറി ടെസ്റ്റിംഗിന്റെ ഫലമായിട്ട് വരുന്ന സ്പില്ലേജ് ആണ്. ക്ലിയർ ആണോ? ഇത് ലബോറട്ടറി ടെസ്റ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? പേഷ്യന്റ് കെയർ. ഓക്കെ, ഒരു പേഷ്യന്റിനെ പരിചരിക്കുന്നതിലൂടെ എങ്ങനെയാണ് വേസ്റ്റ് ഉണ്ടാകുന്നത്? പേഷ്യന്റ് കെയർ. ഇൻ ദ കോഴ്സ് ഓഫ് പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ചേഞ്ചിങ് ബെഡ്, changing bed lines, clearing bed pans or helping with personal cleanliness, there is a risk of leakage of body fluids and other materials. Okay, അപ്പൊ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നമുക്കറിയാം ബെഡ് റിഡൻ പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞതിന് ശേഷമുള്ള പേഷ്യൻസ് ആയിരിക്കാം. ഇവരെ നമുക്ക് ഡെയിലി നമുക്കറിയാം ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും അല്ലേ? ഹോസ്പിറ്റൽസിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്. ദെൻ ബെഡ് പാൻ, യൂറിൻ കളക്ട് ചെയ്യാനായിട്ട് ഒരു ബെഡ് പാൻ അവിടെ സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ഈ ബെഡ് പാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തും ക്ലിയർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവരെ ക്ലീൻ ചെയ്യുന്ന ടൈമിലൊക്കെ ധാരാളം ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അവിടെ സ്പ്രെഡ് ആകാൻ ചാൻസസ് ഉണ്ട്. യൂറിൻ ആയിരിക്കാം, സലൈൻ ആയിരിക്കാം, ബ്ലഡ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഈ ബോഡി ഫ്ലൂയിഡ്സിന്റെ ലീക്കേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് പേഷ്യന്റ് കെയറിൽ ആ ടൈമിലും. ഓക്കെ, അപ്പൊ ഇതും ഒരു സോഴ്സ് ആണ്. ഈ പേഷ്യന്റ് കെയറും വൺ ഓഫ് ദി സോഴ്സ് ആണ് ഇതിന്റെ ലീക്കേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കൽ പ്രൊസീജിയർ, then laboratory testing, patient care. Next, patient care clear ആയോ? Yes. Handling and disposal of medical waste. എന്താണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്? ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ്, contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. അപ്പോൾ ഹോസ്പിറ്റൽസിൽ ധാരാളം മെഡിക്കൽ വേസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഷാർപ്സ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഷാർപ്പ് ഏതൊക്കെയാണ്? Needles ഉണ്ടാകാം, ബ്രോക്കൺ ഗ്ലാസ്. ഓക്കെ, ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏതാണ്? കണ്ടാമിനേറ്റഡ് ഡ്രസ്സ്. ഓക്കെ, ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് വെയർ ചെയ്യുന്ന ഡ്രസ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ. ഓക്കെ, ഗ്ലൗസ്, ഇത് ഹോസ്പിറ്റൽ വേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതെന്താണ്? ഒരു ലീക്കേജ് ആയിട്ട്, ഒരു വേസ്റ്റ് ആയിട്ട്, ഒരു ലീക്കേജ് ആയിട്ട്, സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നതാണ്. അത് ക്ലിയർ ആയോ? ഹോസ്പിറ്റൽസിലുള്ള കൈൻഡ്സ് ഓഫ് പറയണം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഏതൊക്കെയാണ്?
ഷാർപ്സ് ഉണ്ടായിരിക്കാം, കണ്ടാമിനേറ്റഡ് ഡ്രസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് തോന്നുന്നിടത്തേക്ക് അത് വലിച്ചെറിയാൻ പാടില്ല. ഓക്കെ, വലിച്ചെറിഞ്ഞാൽ എന്താണത്? അതൊരു ലീക്കേജ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഷാർപ്സിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു കണ്ടെയ്നർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബാഗ് ഉണ്ട്. അതിലായിരിക്കണം ഇതിനെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിൽ ഡിസ്പോസ് ചെയ്യാത്ത എല്ലാ മെറ്റീരിയൽസും എന്താണ്? സ്പില്ലേജ് വേസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ക്ലിയർ ആണോ? Clear I am. ഓക്കെ. മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്തായിരിക്കാം അതിൽ പറയുന്നത്? Hospitals use different kinds of complex medical equipment and devices which need regular maintenance and repair. The use of dangerous materials in these activities can cause leakage. അപ്പോൾ ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റൽസിൽ അല്ലേ? അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഈ എക്യുപ്മെന്റ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് റിപ്പയർ ചെയ്യണം, മെയിൻ്റനൻസ് ചെയ്യണം. ഈ മെയിൻ്റനൻസ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ സമയത്ത് യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽസ് ഒക്കെ ലീക്കേജ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ കെമിക്കൽസും അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഒക്കെ ഒരു ലീക്കേജ് ആയിട്ട് മാറാറുണ്ട് അല്ലെങ്കിൽ ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഹോസ്പിറ്റൽസ് നമുക്കറിയാം പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസ് ഉപകരണങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, റിപ്പയർ ചെയ്യണം. ഓക്കെ, ഈ റിപ്പയർ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റാൻസസ് യൂസ് ചെയ്യും. ഓക്കെ, ഡിഫറെന്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചായിരിക്കും ഇതിനെ റിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുന്നത്, ഇതിനെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസ് ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് ഫൈനലി മാറാറുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതിലെന്താ പറയുന്നത്? സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്തോ? നോട്ട് സ്ക്രോളിംഗ്. ഓക്കെ ഓക്കെ, റിജോ സ്ക്രീൻ പറയാം. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ. ലാസ്റ്റ് പോയിന്റ് സ്റ്റിൽസ്. ഇത്തിരി വലുതാക്കി കാണിക്കാൻ പറ ടീച്ചറായ. താഴോട്ട് സ്പില്ലിന്റെ ട്രാൻസ്പോർട്ട്. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസിന്റെ ലാസ്റ്റ് പോയിന്റ്, 6th പോയിന്റ്. ഓക്കെ, സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? Clear ആണ്. ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അതിലെന്താ പറയുന്നത്? ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, in the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or an off-site facility, there is a risk of leakage. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള സ്പില്ലേജിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അതിനപ്പോ അവിടുന്ന് ഹോസ്പിറ്റൽസിൽ നിന്ന് മൂവ് ചെയ്യും. അതിന്റെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ട് ഈ വേസ്റ്റിനെ നമ്മൾ മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടിങ്ങിന്റെ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പില്ലേജ് വേസ്റ്റിന് ലീക്കേജസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടിംഗ് ടൈമിലും ഇത്തരത്തിലുള്ള സ്പില്ലേജസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ട്രാൻസ്പോർട്ടിങ്ങും നമ്മുടെ ലീക്കേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ 6th പോയിന്റ് ആണ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അത് ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടിംഗ് ടൈമിലും ഇത്തരത്തിലുള്ള ലീക്കേജസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതും ഒരു സോഴ്സ് ആണ്. അപ്പൊ എത്ര സോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു? 6.
Medical procedures. medical procedure, Medical laboratory, patient care, handling and disposal of medical waste, maintenance and repair of medical equipments, fill in the course of transport. മെഡിക്കൽ എക്യുപ്മെന്റ് കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് എഴുതിയില്ലേ നോട്ടിൽ എഴുതിയില്ല എല്ലാവരും? എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോ, ക്ലിയർ ആവുന്നില്ല പറയുന്നത്. അതുകൊണ്ട് അശ്വതി അവിടെ? അശ്വതി കണ്ടിന്യൂ ചെയ്തോളൂ. എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? Any item or material that has spilled or leaked from its designated container or places is referred to as spillage waste. ഓക്കെ, അപ്പൊ ഒരു മെറ്റീരിയൽസ് സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന പ്ലേസിൽ നിന്നും ലീക്ക് ആവുന്ന പ്രോസസ്, അതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് എവിടേക്കാണ് കാണപ്പെടുന്നത്? എവിടേക്ക് കാണാം സ്പില്ലേജ് വേസ്റ്റ്? Hospitals, laboratories, industrial facilities. ഈവൻ അല്ലേ? Then അത് ക്ലിയർ അല്ലേ? പിന്നെന്തായിരുന്നു പറഞ്ഞത്? ഹോസ്പിറ്റൽ സ്പില്ലേജില് കാര്യങ്ങൾ ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റൽ സ്പില്ലേജില് Blood, body fluid, chemicals or other potential dangerous substances. urine, ബോഡി ഫ്ലൂയിഡ് വരാം, Chemicals or other potentially dangerous substances. നമ്മൾ നേരത്തെ ഡിസ്കസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Infection. Important to Environmental protection lotion the ആയതുകൊണ്ട്. health and protection of the environment. എന്താണ് ജിൻസി? സ്പ്രെഡ് ഡിസീസസ് കഴിഞ്ഞ ക്ലാസ് വിടുന്ന കിട്ടാ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും റെക്കോർഡഡ് ക്ലാസ്. മറ്റേ ആപ്പിലല്ലേ? അതെ. ഓക്കെ, ദെൻ ഹോസ്പിറ്റൽസ് പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽസിന്? ഇത് പ്രോപ്പർ Provide an appropriate equipment, trained staff, ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, trained staff. ദെൻ പിന്നെ എന്തൊക്കെയാണ്? കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അത് ആപ്റ്റ് ആയിരിക്കണം, തിരഞ്ഞെടുക്കണം. പിന്നെന്തൊക്കെയാണ്? പ്രോപ്പർലി ഡിസ്കാർഡ്, ഇതിന് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? അത് local government and state government ഗവൺമെന്റിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അത് ക്ലിയർ ആയോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് എന്തൊക്കെയാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഏതൊക്കെയാണ്? Infections ഒക്കെ വരും. Infection, chemical exposure, exposure, radiation exposure, environmental legal and financial responsibilities. മനു, എന്തൊക്കെ റിസ്ക് ഉണ്ട്? Hello. മനു, Infection, chemical exposure, injuries, radiation exposure, environmental pollution, then legal and financial responsibility.
ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ദെൻ എന്താണ് ഇൻഫെക്ഷൻ? ഇൻഫെക്ഷൻ എങ്ങനെയാണ്? Leakage of Then- blood and body fluids can spread Ah. diseases like ഇൻഫെക്ഷൻ എന്താണ് ഇൻഫെക്ഷനിൽ പറയുന്നത്? അയോണൈസിംഗ് റേഡിയേഷൻ. എന്താണ് ഇൻഫെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്? എന്താണ് ഇൻഫെക്ഷൻ? എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്? ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിറ്റബിൾ ഡിസീസ് അല്ലേ? അത് സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അത് ഏതൊക്കെയായിരിക്കാം? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, യൂറിൻ. അതിലൂടെ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കെമിക്കൽ എക്സ്പോഷർ. ഫാത്തിമ, കെമിക്കൽ എക്സ്പോഷർ എന്താണ് കെമിക്കൽ എക്സ്പോഷറിൽ പറയുന്നത്? ഈ ലീക്കേജിൽ നിന്നും ഹെൽത്ത് സ്റ്റാഫിന് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഹെൽത്ത് പ്രശ്നം വരാറുണ്ട്. അതിന് സ്കിൻ ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, വെരി ഗുഡ് ലിത. അപ്പോ സ്കിൻ ഇറിറ്റേഷൻ വരാൻ ചാൻസസ് ഉണ്ട്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ട്, ബേണിംഗ്, ഓക്കെ, ബേൺ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, ഐ ഇറിറ്റേഷൻ, ഓക്കെ, പോയിസണിങ് ചാൻസസ് ഉണ്ട് കെമിക്കൽ എക്സ്പോഷറുമായിട്ട്. ആർക്കൊക്കെയാണ് ഇത് വരാൻ ചാൻസസ്? ഇതുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ആർക്കൊക്കെയാണ്? സ്റ്റാഫിനും പേഷ്യൻസ്. ജിൻസി, എങ്ങനെയാണ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്? ഹോസ്പിറ്റൽസിൽ എങ്ങനെ ഇഞ്ചുറീസ് ഉണ്ടാകാൻ ചാൻസസ് ഉള്ളത്? എങ്ങനെയൊക്കെയാണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്സ് ഉണ്ട് അല്ലേ? ലീക്കേജ് മൂലം ബ്രോക്കൺ ഗ്ലാസസ്. ദെൻ പിന്നെ ബ്ലേഡ്സ് യൂസ് ചെയ്യാം, നൈഫ്സ് യൂസ് ചെയ്യാം, സിസേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോ ദെൻ ഇതുമായിട്ട് വരുന്ന കോണ്ടാക്റ്റിൽ വരുന്ന പേഷ്യൻസിനോ ഹെൽത്ത് കെയർ സ്റ്റാഫിനോ മുറിവുണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇഞ്ചുറി ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്തായിരുന്നു? റേഡിയേഷൻ എക്സ്പോഷർ. എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ? റേഡിയോആക്റ്റീവ് മെറ്റീരിയലിന്റെ റേഡിയേഷൻ ഉണ്ടാവാം. റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസിന് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പേഷ്യൻസിനും ഒക്കെ അയണൈസിംഗ് റേഡിയേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അയണൈസിംഗ് റേഡിയേഷൻ എന്നൊരു അവസ്ഥ. അയണൈസിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവാണ് അയണൈസിംഗ് റേഡിയേഷൻ. ഈ അയണൈസിംഗ് റേഡിയേഷൻ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് എക്സ്റേ. ഓക്കെ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അതിലെന്താ ഡിസ്കസ് ചെയ്യുന്നത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്താ പറയുന്നത്? അതിലെന്താ പറയുന്നത്? Leakage of dangerous materials ലോങ് ടൈം എഫക്ട് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള മലിനമുണ്ടാവും. ഓക്കെ, നമ്മുടെ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ അല്ലേ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ക്ലിയർ ആയില്ലേ? then the last one is legal and financial responsibility. എന്തൊക്കെയാണ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ എന്താ പറയുന്നത്? ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്ത ഹോസ്പിറ്റൽസിന് ലീഗൽ ലയബിലിറ്റിയും ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് സോഴ്സസിനെ കുറിച്ചായിരുന്നു. ഏതൊക്കെയാണ് ഈ ലീക്കേജ് വേസ്റ്റിന്റെ സോഴ്സ്?
medical procedure, laboratory testing, patient care, handling and disposal of medical waste, maintenance and repair of medical equipment during the course of transport. ഓക്കെ, മെഡിക്കൽ എങ്ങനെയാണ് ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത്? ലീക്കേജ് വേസ്റ്റിന്റെ ഒരു സോഴ്സ് ആയിട്ട് ഈ മെഡിക്കൽ പ്രൊസീജിയർ എങ്ങനെയാണ് മാറുന്നത്? Leakage of blood and body fluid. പ്രൊസീജിയർ എങ്ങനെയാണ് ഒരു സോഴ്സ് ആയിട്ട് മാറുന്നത്? ഇതൊക്കെ എന്താ മനസ്സിലായത് അതിൽ നിന്നും? During blood transfusion and dialysis, there is a risk of leakage of blood and body fluids. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ സർജറി ആയിരിക്കാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ഡയാലിസിന്റെ ടൈമിലൊക്കെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ലബോറട്ടറി ടെസ്റ്റിംഗ് എങ്ങനെയാണ് അനദർ സോഴ്സ് ആയിട്ട് മാറുന്നത്? ലബോറട്ടറി ടെസ്റ്റിംഗ് ബ്ലഡ്, യൂറിൻ എന്നിവ ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നു. ലബോറട്ടറി ടെസ്റ്റ് നമുക്കറിയാം, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡ് സാമ്പിൾ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ അനാലിസിസിന് വേണ്ടി റീഏജൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫൈനലി എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു ലീക്കേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽ റീഏജൻസ് ഒക്കെ ഈവൻ ബ്ലഡ് വരെ ഒരു ലീക്കേജ് വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് കെയർ. അതിലെന്താ പറയുക? സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, അതിലെന്താ പറയുന്നത്? മെഡിക്കൽ വേസ്റ്റ് ലീക്കേജ് ആവാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്ന മെഡിക്കൽ വേസ്റ്റ് ഏതൊക്കെയായിരിക്കാം? ബ്ലേഡ്, കണ്ടാമിനേറ്റഡ് ഡ്രസ്, മെഡിക്കൽ വേസ്റ്റ്, ഷാർപ്പ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം ഹോസ്പിറ്റൽസിൽ, അല്ലേ? അതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അതെല്ലാം ഒരു ലീക്കേജ് വേസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. എന്താ പറയുന്നത് പ്രിൻസി? അതിലെന്താ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യുമ്പോൾ സ്പില്ലേജ് വേസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൈനലി ഒരു സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ സ്പില്ലേജ് മെറ്റീരിയൽസ് ആണ്. Okay, spillage waste. Okay, then spills in the course of transport. Hospitals ne പുറത്തേക്ക് വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മെഡിക്കൽ വേസ്റ്റ് laboratory samples. leakage. Clear ആയോ? Yes, ma'am. Yes, ma'am. Okay, notes എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ആൻസർ എഴുതിയിട്ട് വരിക. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ്. Spillage waste in hospitals create various risks and hazards. Spillage waste in hospitals create various risks and hazards, including എന്തോ മാം അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? Spillage waste in hospitals
നോട്ട്സ് എഴുതാനാണോ? നാളെ ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ആൻസർ എഴുതിക്കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് വേരിയസ് റിസ്ക് ആൻഡ് ഹസാർഡ്സ്. എന്തോ മാഡം ഒന്നുകൂടി പറഞ്ഞേ. ഒന്നുകൂടി പറയാം മാം. Spillage waste in hospitals create various risks and hazards. Various risks and hazards, including. Okay, including ഏതൊക്കെയാണ് എഴുതിക്കൊണ്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, HAZARDS. HAZARDS. Okay, RDS, hazards. Risk and hazards. HAZARDS. Okay, including ഏതൊക്കെയാണ് എഴുതിക്കൊണ്ട് വരിക. ഓക്കെ, ഇൻഫെക്ഷൻ ഒക്കെയാണോ മാം എഴുതണ്ടേ? നമ്മളിപ്പോ റിസ്ക് ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ, അതിന്റെ ചെയ്തോട്ടെ. താങ്ക് യു മാം. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. മാം നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവോ? അടുത്ത ക്ലാസ് ഇപ്പൊ ഒന്നിനുണ്ടോ മാഡം? നെക്സ്റ്റ് ക്ലാസ് 11:30 ഉണ്ടാവും.